യാക്കോബായ സഭാധ്യക്ഷനായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് പാത്രിയാർക്ക് ആസ്ഥാനമായ ബെയ്റൂത്തിൽ നടക്കും. മാർച്ച് 25 നടക്കുന്ന ചടങ്ങിന് പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സഭയിലെ മെത്രാപ്പൊലീത്തമാരും പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. 24 എക്സ്ക്ലൂസീവ്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ സ്ഥാനാരോഹണ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നിലവിൽ യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയും എപ്പിസ്കോപ്പൽ സൂനഹദോസ് പ്രസിഡന്റുമാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. അന്തരിച്ച ബസോലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തന്റെ വിൽപത്രത്തിലൂടെ പിൻഗാമിയായി ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ സഭാ സൂനഹദോസ് ഗ്രിഗോറിയോസിനെ കാതോലിക്കയായി വാഴിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പാത്രിയാർക്കീസ് ബാവയ്ക്ക് കത്ത് നൽകി. കേരളത്തിലെത്തിയ പാത്രിയാർക്കീസ് ബാവ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ നിയുക്ത കാതോലിക്കയായി പ്രഖ്യാപിച്ചു. തീരുമാനം ആഗമാന സുറിയാനി സഭകളും അംഗീകരിച്ചു. മാർച്ച് 25 ബെയ്റൂത്തിലെ പാത്രിയാർക്ക ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സഭയിലെ മെത്രാപ്പൊലീത്തമാരും സുറിയാനി ഓർത്തഡോക്സ് സഭകളുടെ ആർച്ച് ബിഷപ്പുമാരും പങ്കെടുക്കും. 26 ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭകളുടെ സൂനഹദോസ് ചേരും. ഏപ്രിൽ ആദ്യ ആഴ്ചയോടെ പുതിയ കാതോലിക്ക കേരളത്തിലേക്ക് മടങ്ങിയെത്തും. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പള്ളിത്തർക്കവും കോടതി വ്യവഹാരങ്ങളുമാണ് പുതിയ നേതൃത്വത്തെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളി. ഗീസ് പീറ്റർ, 24 കൊച്ചി.